പണിക്കർ, പുതുവായിൽ നാരായണ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമങ്ങൾ കേരളത്തിൽ സാക്ഷരതാ വിസ്ഫോടനത്തിന് വഴിയൊരുക്കി. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ ഗ്രാമത്തിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനനം. പണിക്കർക്ക് ചെറുപ്പം മുതലേ വായനയോടും വിദ്യാഭ്യാസത്തോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1945 PN പണിക്കർ കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചു. ഈ സംഘടനയിൽ 47 ഗ്രന്ഥശാലകൾ ആയിരുന്നു. വായനയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഗ്രന്ഥശാലകളുടെ ശൃംഖലയിലൂടെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായി. പണിക്കരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടതിലൂടെ ഒരു സാംസ്കാരിക വിപ്ലവമുണ്ടായി. എഴുത്തുകാരും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് ഗ്രാമീണ സ്ത്രീകൾക്കും കുട്ടികൾക്കും വായനാസ്വാദനം പഠിപ്പിച്ചു. പണിക്കരുടെ ശ്രമങ്ങൾ കേരളത്തെ ഒരു സാക്ഷരതാ മോഡൽ സംസ്ഥാനമാക്കി മാറ്റി. 1991 കേരളം 100% സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി. 1995 ജൂൺ 19 അദ്ദേഹം നിര്യാതനായി. കേരള സർക്കാർ 1996 ജൂൺ 19 വായനാ ദിനം ആയി പ്രഖ്യാപിച്ചു. PN പണിക്കരുടെ ഓർമ്മയ്ക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളും ലൈബ്രറികൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. അതുപോലെ ഓരോ വർഷവും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ച് വായനാ ദിനം ആചരിക്കുന്നു. PN പണിക്കരുടെ സംഭാവനകൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അദ്ദേഹത്തെ നിരവധി ബഹുമതികൾ നൽകി ആദരിച്ചു. സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വായനയിലൂടെ സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ വെളിച്ചം എത്തിക്കുക എന്ന പണിക്കരുടെ ദൗത്യം ഇന്ന് കേരളത്തിൽ വിശേഷിച്ച് അനുഭവപ്പെടുന്നു. PN പണിക്കരുടെ ജീവിതവും പ്രവർത്തനങ്ങളും കേരളത്തിലെ സാംസ്കാരിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഊർജം നൽകി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോഴും പ്രചോദനമായുണ്ട്.